ഫ്രീസ് ചെയ്ത തങ്ങളുടെ അക്കൗണ്ടുകൾ തുറക്കാനും മറ്റുമായി ഹൈറിച്ച് വക ഇന്നൊരു കേസുണ്ടായിരുന്നു ഹൈക്കോടതിയിൽ. അവരുടെ പഴയ വക്കീൽ തന്നെ കോട്ടക്കിയിട്ട് അവിടെ എത്തി. സുപ്രീം കോടതിയിലെ വക്കീലല്ല ഇന്ന് വന്നത്. ഇന്നും പഴയ പോലെ കേസ് പിൻവലിക്കുന്നു എന്ന് പറയാൻ തന്നെയാണ് ഹൈറിച്ചിൻ്റെ വക്കീലെത്തിയത്. കോടതിയെപ്പോലും ചിരിപ്പിച്ചുകൊണ്ട് മൂന്നാം തവണയും കേസ് പിൻവലിച്ച് ഹൈറിച്ച് വീണ്ടും നാണം കിട്ടു. സത്യം പറഞ്ഞാൽ ഈ കേസിന് പോകുന്നത് വെറും പ്രഹസനം മാത്രമാണ് അവർക്ക്. പ്രതാപനും ശ്രീനക്കും അതിൻ്റെ ആവശ്യമില്ല. ബാക്കി അക്കൗണ്ടിലുള്ള 2-3 കോടികൾ അവർക്ക് വേണ്ട. കോടിക്കണക്കിന് രൂപ കോയിൻ്റെ പേരിലും OTTയുടെ പേരിലും പിരിച്ചതൊക്കെ സുഖമായി പുറത്തേക്ക് കടത്തിക്കാണും. ഈ പാവങ്ങളെ പറ്റിക്കാൻ കുറച്ച് കേസും വക്കീലും, അത്രയേ ഉള്ളൂ. ഫ്രീസിംഗ് മാറ്റണമെങ്കിൽ കോമ്പറ്റേറ്റീവ് അതോറിറ്റി തീരുമാനിക്കണം. അതിന് തൃശ്ശൂർ കോടതിയിൽ പോകണം. അതൊക്കെ അറിയാത്തവരല്ല മുതലാളിമാരും ലീഡർമാരും. താഴെ നിലയിൽ ചേർന്ന് കാശ് പോയ ഈ മണ്ടന്മാരെ കുറച്ചു നാൾ കൂടി പറ്റിച്ച് അവർ കൂടെ നിർത്തുന്നതാണ്. ഇനിയിപ്പോൾ ഫ്രീസിംഗ് മാറ്റി പൈസ എടുക്കാൻ കേസ് വേറെ കൊടുക്കണം. അതുവരെ ഈ മണ്ടന്മാർ പ്രതാപനും ശ്രീനക്കും ജയ് വിളിക്കുകയും വേണം. ആരോ ലീഡർ പറഞ്ഞു കൊടുത്ത ഐഡിയ ആണത്രേ എല്ലാ വീഡിയോയിലും പോയി ജയ് ഹൈറിച്ച് എന്ന് വിളിക്കുന്നവർക്ക് പൈസ ആദ്യം കിട്ടുമെന്ന്. ഇതിനിടയിൽ ഒരു വീഡിയോയിൽ ആരോ പറയുന്നത് കണ്ടു, ആളൂർ വക്കീലിനെ കൊണ്ടുവന്നാൽ നമുക്ക് കേസ് ജയിക്കാമെന്ന്. അത്രയേ ഉള്ളൂ അവരുടെ ബുദ്ധി. ഓൺലൈൻ ഷോപ്പിൽ അങ്ങനെ കിടക്കുമ്പോൾ ഇവിടെ കോയിൻ എന്തായെന്നൊന്ന് നോക്കാം. 1 വർഷം മുമ്പാണ് ഹൈറിച്ച് കമ്പനി അവരുടെ സ്വന്തം ക്രിപ്റ്റോ കറൻസി തുടങ്ങുന്നത്. HRC ക്രിപ്റ്റോ എന്നാണ് പേര്. ഹൈറിച്ചിൻ്റെ സ്ഥാപകനും MDയുമായ പ്രതാപൻ KDയുടെ ഓണർഷിപ്പിൽ UK-യിൽ രജിസ്റ്റർ ചെയ്ത ഹൈറോക്സ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഈ ക്രിപ്റ്റോ കോയിൻ നിർമ്മിച്ച് വിതരണം ചെയ്യുന്നത്. ശ്രീന പ്രതാപൻ ഇത് പല വേദികളിലും മീഡിയകളിലും ആവർത്തിക്കുകയും ചെയ്തിരുന്നു. തുടക്കത്തിൽ വിനിമയ നിരക്ക് $2 ആണെന്നും ഇത് ഹൈറോക്സിൻ്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് മേടിക്കാമെന്നും പ്രൊമോട്ട് ചെയ്യാം എന്നും പറഞ്ഞിരുന്നു. ഇതേ കോയിൻ ഉപയോഗിച്ച് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് വഴി സാധനങ്ങൾ മേടിക്കാമെന്നും വാഗ്ദാനം നൽകിയിരുന്നു. എന്താണ് ക്രിപ്റ്റോ കോയിൻ എന്നോ അവ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നോ അറിയാത്ത ഒരു കൂട്ടം മണ്ടന്മാർ എളുപ്പത്തിൽ പണം സമ്പാദിക്കാം എന്ന ഒറ്റ വാഗ്ദാനത്തിൻ്റെ പുറത്ത് ഇതിൻ്റെ യാതൊരു നിയമവശങ്ങളോ മറ്റോ അറിയാതെ ലക്ഷങ്ങൾ ഈ കമ്പനിയിലേക്ക് നിക്ഷേപിച്ചു. ഹൈറോക്സിൻ്റെ വെബ്സൈറ്റിൽ കയറിയാൽ അവരുടെ സർട്ടിഫിക്കറ്റും അഡ്രസ്സും ഒക്കെ കാണാൻ സാധിക്കും. പക്ഷേ കമ്പനിയുടെ ആകെ ആസ്തി 12,000 ഇന്ത്യൻ രൂപ മാത്രമാണ്. അവരുടെ മേൽവിലാസത്തിൽ അന്വേഷിച്ചപ്പോൾ ഹൈറോക്സ് എന്നൊരു കമ്പനി പ്രവർത്തിക്കുന്നില്ല എന്നാണ് അറിഞ്ഞത്. ആയതിനാൽ UK ഗവൺമെൻറ് ഈ കമ്പനിക്കെതിരെ സ്ട്രൈക്ക് ഓഫ് നോട്ടീസ് അയച്ചു. 2023 നവംബർ 29 ഈ കമ്പനി സ്ട്രൈക്ക് ഓഫ് ചെയ്ത് കമ്പനിയുടെ സ്വത്തുക്കൾ ഗവൺമെൻറ് കണ്ടുകെട്ടുന്നതായിരിക്കുമെന്നും പറയുന്നു. അപ്പോൾ സ്വന്തമായി ഒരു മേൽവിലാസം പോലുമില്ലാത്ത ഒരു കമ്പനിയുടെ പേരും പറഞ്ഞാണ് ഹൈറിച്ച് ഇവിടെ കോടികൾ പിരിക്കുന്നത്. ലോകത്തെ യാതൊരു എക്സ്ചേഞ്ചുകളും ഇങ്ങനെ ഒരു ക്രിപ്റ്റോ ലിസ്റ്റ് ചെയ്തിട്ടില്ല. 2023 മാർച്ച് മാസം 7-ാം തീയതി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമപ്രകാരം ഹൈറിച്ചിൻ്റെ ക്രിപ്റ്റോ കറൻസി ബിസിനസ് ഒരു തട്ടിപ്പും പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിൻ്റെ കീഴിൽ ക്രിമിനൽ കുറ്റവുമാണ്. ഇവരിത് പ്രൊമോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മാർഗം 1978 മുതലേ നിരോധിച്ചതുമാണ്. ഇപ്പോൾ ED ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചതായും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹൈറിച്ചിൽ പൈസ ഇട്ടവർ ഇനി കോടതിക്കായി കാത്തിരിക്കേണ്ട. ഇനി പുതിയ കേസ് കൊടുക്കും, പിന്നീട് അതും പിൻവലിക്കും. നിങ്ങളെ പറ്റിക്കാൻ വളരെ എളുപ്പമാണെന്ന് അവർക്ക് നന്നായി അറിയാം. പൈസ വേണ്ടവർ നിങ്ങളെ ചേർത്തവരുടെയോ അവരുടെ മുകളിലുള്ള ലീഡർമാരുടെയോ അടുത്ത് പോയി ചോദിക്കുക. എന്തായാലും 10,000 രൂപയൊക്കെ മാത്രമാണെങ്കിൽ അതവർക്ക് നിസ്സാരമായി തരാൻ കഴിയും. അവർക്ക് നിങ്ങൾ തന്നെ മാസങ്ങളായിട്ട് ലക്ഷക്കണക്കിന് രൂപ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. പറ്റുമെങ്കിൽ പൈസ മേടിക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ജോലിക്കെങ്കിലും പോകാൻ ശ്രമിക്കുക. അതുമല്ലെങ്കിൽ ജിനിൽ സാറിൻ്റെ, സമത് സാറിൻ്റെ, ചെന്താമര വേലായുധൻ്റെ, അല്ലെങ്കിൽ ഇപ്പോൾ സൂം മീറ്റിൽ വരുന്ന ബംഗാളിയുടെ വീഡിയോകൾ സ്ഥിരമായി കാണുക. മനസ്സിൽ ഒന്നുകൂടെ ഉറപ്പിക്കുക, ഹൈറിച്ച് ഞങ്ങളുടെ അന്നമാണ്, പ്രതാപൻ ദൈവമാണ്, ശ്രീന മാഡം മദർ തെരേസ അവാർഡ് വാങ്ങിയ കരുണാമയിയാണ്. എന്നിട്ട് ആ ഊർജം തരുന്ന മുദ്രാവാക്യം ഉച്ചത്തിൽ വിളിക്കുക, ജയ് ഹൈറിച്ച്. ഇനി താൻ ഇതിലുണ്ടോ, തൻ്റെ പൈസ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് ഞാനിതിലില്ല, എൻ്റെ പൈസ പോയിട്ടുമില്ല. ഇനി ആരുടെയും പൈസ പോകാതെ ഇരിക്കാനാണ് ഈ വീഡിയോകൾ ചെയ്യുന്നത്.